സർ, ദാവൂദ് ഇബ്രാഹിം ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. പക്ഷേ അങ്ങേരിപ്പോൾ എവിടെയാണെന്നും അറിയില്ല. ഇന്ത്യക്ക് അയാളെ പിടിക്കാനും കഴിയില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് അയാളെ പിടികൂടാൻ സാധിക്കാത്തത്? ദാവൂദ് ഇബ്രാഹിം എവിടെയാണെന്നുള്ളത് അറിയാം. ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിൽ കറാച്ചിയിലുണ്ട്. കറാച്ചിയിൽ പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ സംരക്ഷണയിലാണ് ദാവൂദ് ഇബ്രാഹിം കഴിയുന്നത്. ദാവൂദ് ഇപ്പോൾ പാകിസ്ഥാൻ വിട്ട് പുറത്തേക്കൊന്നും പോകുന്നില്ല. മുമ്പ് അദ്ദേഹം ദുബായിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ, അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അയാൾ ദുബായ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ പോകാറുണ്ടായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്ന ദാവൂദ് ഇബ്രാഹിമിനെ ഇന്ത്യ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. 2005 ആണ് വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ ഇൻ്റലിജൻസ് ബ്യൂറോ തീരുമാനിക്കുന്നത്. അന്ന് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ജോയിൻറ്റ് ഡയറക്ടറുടെ പേര് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ്റെ പേരാണ് അജിത് ഡോവൽ എന്ന് പറയും. ഡോവൽ ഒരു പ്ലാൻ ഉണ്ടാക്കി. അതായത് ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലേക്ക് വരുന്നു. ദാവൂദിൻ്റെ മകളുടെ പേര് മെഹ്റൂഖ് എന്നാണ്. മെഹ്റൂഖിൻ്റെ കല്യാണം കഴിക്കുന്നത് പാകിസ്ഥാനി ക്രിക്കറ്ററായ ജാവേദ് മിയാൻദാദിൻ്റെ മകൻ ജുനൈദുമായിട്ട് കല്യാണം നിശ്ചയിച്ചു. UAE ഷാർജയിലാണെന്ന് തോന്നുന്നു. ഷാർജയിലോ ദുബായിലോ വെച്ചിട്ടാണ് വിവാഹം നടക്കാൻ പോകുന്നത്. അപ്പോൾ ദാവൂദ് ഇബ്രാഹിം ഉറപ്പായിട്ടും വരും. അപ്പോൾ അജിത് ഡോവൽ ഒരു പദ്ധതി തയ്യാറാക്കി. അവിടെ വെച്ച് ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലണം. ദുബായിൽ അല്ലെങ്കിൽ ഷാർജയിൽ വെച്ച് കൊല്ലണം. പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയുടെ അടുത്ത് ഈ പ്രൊജക്റ്റ് അവതരിപ്പിച്ചു. വാജ്പേയി അജിത് ഡോവലിനോട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഇനിയിപ്പോൾ എങ്ങനെ കൊല്ലും? ഒരു ഇസ്ലാമിക രാജ്യമാണ്, വേറൊരു രാജ്യമാണ്. അവിടെ ഒരു കൊലപാതകം നടത്തി നമ്മുടെ ഓഫീസർമാർ പിടിക്കപ്പെട്ടാൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരു പദ്ധതി ഡോവൽ ഉണ്ടാക്കി. ദാവൂദ് ഇബ്രാഹിമിൻ്റെ 1993 മുംബൈ സ്ഫോടനം നടന്നപ്പോൾ ദാവൂദ് ഇബ്രാഹിമിന് ഒരു വലിയ ശത്രു ഉണ്ടായി. ആ ശത്രുവിൻ്റെ പേരാണ് ഛോട്ടാ രാജൻ. ഇത് പറഞ്ഞു വരുമ്പോൾ ബോംബെയിലെ അധോലോകം ഹിന്ദു അധോലോകവും മുസ്ലിം അധോലോകവും ഉണ്ടായിരുന്നു. മുസ്ലിം അധോലോകമായിരുന്നു ഹാജി മസ്താനും ദാവൂദ് ഇബ്രാഹിമും അടങ്ങുന്ന ഒരു ഗ്യാങ്ങും മുസ്ലിം അധോലോകമായി വളർന്നപ്പോൾ ഇവരുടെ കൊള്ളരുതായ്മകളും അഫ്താബിരിവും ഒക്കെ മടുത്ത് ബദലായി ഉണ്ടായി വന്നതാണ് ഛോട്ടാ രാജൻ്റെ നേതൃത്വത്തിലുള്ള ഹിന്ദു അണ്ടർവേൾഡ്. ദാവൂദ് ഇബ്രാഹിം സംഘം ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഛോട്ടാ രാജൻ്റെ ടീം. അപ്പോൾ ദാവൂദിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ ശത്രുവായി ഛോട്ടാ രാജൻ മാറാൻ കാരണം ഇന്ത്യ ഏറ്റവും വലിയ ശത്രുവാണ്. അതുകൂടാതെ പേഴ്സണൽ ഗ്രഡ്ജ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെയുള്ളത് ഛോട്ടാ രാജനാണ്. കാരണം 1993 മുംബൈ സ്ഫോടനം നടന്ന് ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടല്ലോ. അപ്പോൾ ഛോട്ടാ രാജൻ അങ്ങ് പ്രഖ്യാപിച്ചു, ഒരു മുസ്ലിം ഡൂണാണ്, ഒരു ഗുണ്ടയാണ് ഈ ഭീകരപ്രവർത്തനം നടത്തിയത്, അതുകൊണ്ട് അവനെ ഞങ്ങൾ തട്ടുവന്ന് ഛോട്ടാ രാജൻ പ്രഖ്യാപിച്ചു. അങ്ങനെ ഛോട്ടാ രാജനും ദാവൂദ് ഇബ്രാഹിം സംഘവും കാടുന്നിടത്തൊക്കെ വെടിവെപ്പും കൊലപാതകമൊക്കെ മുംബൈയിൽ ഒരു കാലത്ത് തുടരെ നടന്നിരുന്നു. അപ്പോൾ ഇയാളെ എക്സിക്യൂട്ട് ചെയ്യണമല്ലോ, കൊല്ലണം. അപ്പോൾ അജിത് ഡോവൽ എന്ത് ചെയ്തു? അജിത് ഡോവൽ ഛോട്ടാ രാജൻ സംഘത്തിനെ ഹയർ ചെയ്യാൻ തീരുമാനിച്ചു. ആര്? ഇൻ്റലിജൻസ് ബ്യൂറോ ഛോട്ടാ രാജനുമായി ബന്ധപ്പെട്ടു. അജിത് ഡോവൽ ബന്ധപ്പെട്ട് 2 പേരെ ഛോട്ടാ രാജൻ വിട്ടുകൊടുത്തു. അവരുടെ പേര് വിക്കി മൽഹോത്ര, ഫാരിദ് തനാഷ. വിക്കി മൽഹോത്രയും ഫാരിദ് തനാഷ എന്ന് പറയുന്ന തൻ്റെ ഏറ്റവും നല്ല 2 കേഡർമാരെ ഛോട്ടാ രാജൻ ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് അജിത് ഡോവലിന് വിട്ടുകൊടുത്തു. അജിത് ഡോവൽ മുംബൈയിൽ ഒരു ഹോട്ടലിൽ ഇവരെ വിളിച്ചു വരുത്തി ഇവർക്ക് എന്തൊക്കെ അവിടെ പോയി ചെയ്യണമെന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് മുംബൈ പോലീസ്, അന്ന് വാജ്പേയി ഇന്ത്യ ഭരിക്കുന്നെങ്കിലും മുംബൈ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. മുംബൈ പോലീസ് ഒരു ഓപ്പറേഷൻ പ്രൊജക്റ്റ് X എന്നും പറഞ്ഞ് ഒരു പരിപാടി നടക്കുന്നു. അപ്പോൾ അധോലോകത്തിൽപ്പെട്ട ആളുകളെ കണ്ടുപിടിക്കണം, അവരെ പിടികൂടി അറസ്റ്റ് ചെയ്യണമെന്നുള്ള മുംബൈ പോലീസിൻ്റെ ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ടായിരുന്നു. മുംബൈ പോലീസിൻ്റെ DCP ആണെന്ന് തോന്നുന്നു, മീര ബോർവാങ്കർ ആയിരുന്നു അതിൻ്റെ ചുമതലക്കാരി. അപ്പോൾ അവരിങ്ങനെ ഈ സംശയാസ്പദമായ ഫോണുകളൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കാണ് വിക്കി മൽഹോത്രയുടെ ഒരു മൊബൈൽ ഫോൺ ഒരു കോള് പോകുന്നതായിട്ട് കണ്ടെത്തി. ഇവർ ഫോൺ റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്ക് ഒരാളെ ഇങ്ങനെ സംസാരിക്കുക, സാർ ആ പറയുന്ന പോലെ ചെയ്യാം സാർ, ഞങ്ങൾ ഇന്നടത്തേക്ക് വരാം സാർ, ഇന്ന ഹോട്ടലിലേക്ക് വരാം സാർ എന്നൊക്കെ പറയുന്ന ഒരു ഫോൺ സന്ദേശം മുംബൈ പോലീസ് ചോർത്തിയെടുത്തു. അപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോ അജിത് ഡോവൽ പാരലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുംബൈ പോലീസിന് അറിയില്ല എന്ന് മുംബൈ പോലീസ് പറഞ്ഞു. അറിഞ്ഞാണോ അറിയാതെയാണോ എന്നുള്ള അവസാനം പറയാം. അപ്പോൾ ഇത് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് ഇവർ വന്ന് നേരെ ഹോട്ടലിൽ വന്നിട്ട് വിക്കി മൽഹോത്രയും ഫാരിദ് തനാഷയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ നമുക്ക് അവർക്ക് ആയുധം കൊടുത്ത് പരിശീലനം കൊടുത്ത് ഇവരെ ദുബായിലേക്ക് വിടാൻ ഇൻ്റലിജൻസ് ബ്യൂറോ, കേന്ദ്ര സർക്കാർ, അജിത് ഡോവൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ആളുകളെ മുംബൈ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. മുംബൈ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് ലേഡി കമ്മീഷണർ എന്ന പേരിൽ മീര ബോർവാങ്കർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ മീര പറയുന്നുണ്ട്, ഇത് അറിഞ്ഞിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് എന്നോട്
അജിത് ഡോവലിൻ്റെ ഫോൺ വന്നു, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇവരെ പാഠം പഠിപ്പിച്ചോളാം എന്ന് ഈ DCP മീര ബോർവാങ്കർ എന്ന അജിത് ഡോവലിനോട് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർ പറയുന്നു പിന്നീട് ഞാൻ ഒരുപാട് പാഠം പഠിച്ചു എന്ന് അവർ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഏതായാലും ഈ പറയുന്ന പോലെ ഇന്ത്യൻ ഏജൻറ്റുമാരുടെ സഹായത്തോടു കൂടി അങ്ങോട്ട് പോയി ഓപ്പറേറ്റ് ചെയ്യാനുള്ള പരിപാടി അങ്ങനെ പൊളിഞ്ഞുപോയി. ഇതിനെക്കുറിച്ച് മീര ബോർവാങ്കർ പറയുന്നത് എനിക്കത് അറിയില്ലായിരുന്നു. ഇൻ്റലിജൻസ് ബ്യൂറോ ഞങ്ങൾ ബോംബെ പോലീസിനെ അറിയിച്ചില്ല, അറിയിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളത് ചെയ്യില്ലായിരുന്നു എന്നാണ് മുംബൈ പോലീസിൻ്റെ DCP ആയിരുന്ന മീര പിന്നീട് അവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ അന്ന് വന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ മുംബൈ പോലീസിലും ഈ വിവരം കിട്ടിയിരുന്നു. ഇങ്ങനെ ഇൻ്റലിജൻസ് ബ്യൂറോ അജിത് ഡോവൽ, വിക്കി മൽഹോത്ര ഇവർ ഫോൺ ചോർത്തിയപ്പോൾ ഈ മീര പറയുന്ന ഈ സർ എന്നും പറഞ്ഞ് വിക്കി മൽഹോത്ര ഒരാളുടെ സംസാരിക്കുന്നത്, ഈ സാർ ആരാണെന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഈ സാർ അജിത് ഡോവലായിരുന്നു. പക്ഷേ പിന്നീട് മനസ്സിലാക്കിയ അല്ലെങ്കിൽ പ്രചരിക്കപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇൻ്റലിജൻസ് ബ്യൂറോ ഇങ്ങനൊരു പദ്ധതി നടപ്പാക്കുന്നു, അജിത് ഡോവലാണ് ഇത് നയിക്കുന്നത്, വിക്കി മൽഹോത്രയും തനാഷയും ഇതിനു വേണ്ടിയിട്ട് ഹയർ ചെയ്തിട്ടുണ്ട്, ഇവർ വഴിയാണ് ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാനുള്ള പദ്ധതി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ്റലിജൻസ് ബ്യൂറോ പ്ലാൻ ചെയ്തതെന്ന് മുംബൈ പോലീസിലുള്ള ദാവൂദിൻ്റെ പക്ഷക്കാരറിഞ്ഞു. അറിഞ്ഞിട്ട് ഇവരിത് ചോർത്തിയെടുത്ത് അവിടേക്ക് ഇന്ത്യ സർക്കാരിന് വേണ്ടിയിട്ട് ദാവൂദിനെ കൊല്ലാനുള്ള ദൗത്യവുമായി പോകാനുള്ള സംഘത്തെ ആ പോകുന്നതിന് തൊട്ട് മുമ്പ്, എയർപോർട്ടിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇങ്ങനെയാണ് പറയപ്പെടുന്ന കഥ. കാരണം ഇവരുടെ പക്കൽ ആയുധം ഉണ്ടായിരുന്നു, വിമാനത്താവളത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വിമാനത്താവളത്തിലേക്ക് പോകുന്ന ആളുകൾ, ടിക്കറ്റ് എടുത്തിരിക്കുന്ന ആളുകൾ തോക്കും കൊണ്ടുപോയാൽ പ്രശ്നമാണല്ലോ. ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കേന്ദ്ര സർക്കാരിന്, വാജ്പേയി സർക്കാരിന്, അജിത് ഡോവലിന്, ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് ദുബായിലെത്തി ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി നടപ്പാക്കാനുള്ള ടീമിനെ വരെ റെഡിയാക്കി അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്ത് അവരെ അങ്ങോട്ട് അയക്കാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. അത് യാദൃശ്ചികമാണോ എന്നറിയില്ല. കാരണം മീര അവരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അജിത് ഡോവൽ എന്നെ വിളിച്ചിട്ട് നിന്നെ ഒരു പാഠം പഠിപ്പിക്കും ഞാനെന്ന് പറഞ്ഞു. അപ്പോഴെങ്കിലും അവർക്കത് മനസ്സിലാവണമായിരുന്നു. കാരണം ഇവർ പറയുന്നത് എനിക്കറിയില്ലായിരുന്നു, കോർഡിനേഷൻ്റെ കുറവാണെന്നുണ്ടെങ്കിൽ അജിത് ഡോവൽ IBയുടെ ജോയിൻറ്റ് ഡയറക്ടർ വിളിക്കുമ്പോൾ ഇവർക്കത് മനസ്സിലാക്കാം, ഇവരെന്തുകൊണ്ടത് ചെയ്തില്ല എന്ന ചോദ്യം ബാക്കിയാണ്. അപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ എക്കാലത്തും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ NCPയുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര സർക്കാർ എക്കാലത്തും ഈ പറയുന്ന പോലെ ബോംബെ അധോലോകത്തിൻ്റെ ഭാഗമായിരുന്നു. ബോളിവുഡ് സിനിമ തന്നെ അക്കാലത്ത് നിയന്ത്രിച്ചിരുന്നത് ദാവൂദ് ഇബ്രാഹിമായിരുന്നു. ദാവൂദ് ഇബ്രാഹിമായിരുന്നു എല്ലാ സിനിമകളും നിർമ്മിച്ചുകൊണ്ടിരുന്നത്, സിനിമകളുടെ ഫണ്ടറായിരുന്നു, അതിൻ്റെ ലാഭം കൊണ്ടുപോയിരുന്നത് ദാവൂദ് ഇബ്രാഹിമായിരുന്നു. നമുക്കറിയാം ഈ മറ്റേ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്വകാര്യ എയർലൈൻസ് കമ്പനി ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ എയർലൈൻസ് ആയിരുന്നു. തക്യുദ്ദീൻ വാഹിദ് എന്ന് പറയുന്ന മലയാളിയായിരുന്നു അതിൻ്റെ ഉടമസ്ഥൻ. അതിനെക്കുറിച്ച് പറയുന്നത് ഇത് ദാവൂദ് ഇബ്രാഹിം ഫണ്ട് ചെയ്തിട്ട് തുടങ്ങിയ സ്ഥാപനമായിരുന്നു എന്നൊക്കെ അന്ന് അലിഗേഷൻ ഉണ്ടായിരുന്നു. ഏതായാലും ഒരു ദിവസം കാണുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ, ഇപ്പം നമ്മൾ സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്വകാര്യ വിമാന കമ്പനികളുണ്ട്. പക്ഷേ അന്നൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായി ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് എയർലൈൻസ് എയർ ഇന്ത്യക്കൊപ്പം ആരംഭിച്ചത് ഒരു മലയാളിയാണ്. ഈ മലയാളിയെ ഒരു ദിവസം കാണുന്ന മുംബൈയിൽ കാറിനകത്ത് വെടിയേറ്റ് മരിച്ച നിലയിലാണ്. അത് ദാവൂദ് ഇബ്രാഹിമായിട്ട് തെറ്റിയപ്പോൾ ഉത്തരം കിട്ടുന്ന വെടിയുണ്ടയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പണക്കാരുണ്ട്. നമ്മുടെ നാട്ടിലെ ഉൾപ്പെടെ ചില ആളുകൾ വിദേശത്തേക്ക് പോകുന്നു, വളരെ പെട്ടെന്ന് കോടീശ്വരന്മാരായിരുന്നു, വലിയ വലിയ സംരംഭങ്ങൾ രാജ്യത്തെമ്പാടും അല്ല ലോകത്തെമ്പാടും ഒക്കെ ആരംഭിക്കുന്നു. ഇവർക്ക് എങ്ങനെ ഇത്ര വലിയ പണം ഉണ്ടാക്കി? അവ ആ ഫാമിലിയിൽപ്പെട്ട മറ്റു ചിലരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ സാധാരണ ബിസിനസ് ചെയ്യുമ്പോൾ ഒരാൾ മാത്രം വിദേശത്തേക്ക് പോകുന്നു, അയാൾ സഹോദരങ്ങൾ ചെയ്തിരുന്ന അതേ ബിസിനസ് ചെയ്യുന്ന ആളാണ് വിദേശത്ത് പോകുന്നത്. എന്നിട്ട് പക്ഷേ അയാൾ പെട്ടെന്ന് ദുബായിലെത്തി ഒരു 5-10 വർഷം കഴിയുമ്പോൾ വലിയ സാമ്രാജ്യത്തിൻ്റെ ഉടമയായി ലോകം മുഴുവൻ അയാളുടെ സംരംഭങ്ങൾ ആരംഭിക്കുന്നു. ഇതിനുള്ള ചിത്രങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഫണ്ടാണ്. ദാവൂദിൻ്റെ ഡി കമ്പനിയുടെ ഫണ്ട് കൊടുക്കുന്നു, അവർ ബിസിനസ് ചെയ്യുന്നു, അതിൻ്റെ ലാഭവിഹിതം ദാവൂദിന് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഏതായാലും ദാവൂദ് ഇബ്രാഹിമിനെ സംബന്ധിച്ച് 2005 ഈ ഇൻസിഡൻറ്റിന് ശേഷം ദാവൂദ് ഇബ്രാഹിം ലോകയാത്രകൾ കുറച്ചു. കാരണം ഇന്ത്യ തന്നെ തലയ്ക്ക് വിലയിട്ടിരിക്കുകയാണ്. ഇന്ത്യ മാത്രമല്ല, അമേരിക്കയും ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റായിട്ട് ദാവൂദ് ഇബ്രാഹിമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ലോകത്തെവിടെ പോയാലും ഒരു പക്ഷേ ഇന്ത്യയുടെ അവസ്ഥ പണ്ടത്തെ അവസ്ഥയല്ല. ഇപ്പോൾ പ്രത്യേകിച്ച് 2014 ശേഷം നരേന്ദ്രമോദി വന്നതിന് ശേഷം അജ്ഞാതരെ കിട്ടിയാൽ തട്ടുന്നൊരു ഇന്ത്യ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ദാവൂദ് ഇബ്രാഹിമിൻ്റെ യാത്രകളൊക്കെ കുറച്ചിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഒരു വാർത്ത പെട്ടെന്ന് വന്നിരുന്നു, ദാവൂദ് ഇബ്രാഹിം മരിച്ചു
എന്ന് പറഞ്ഞുള്ള വാർത്ത വളരെ വിപുലമായി കൊണ്ടാടപ്പെട്ടു. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തു. പാകിസ്ഥാൻ അത് നിഷേധിച്ചു. പാകിസ്ഥാൻ പറഞ്ഞത് നിഷേധിച്ചു, ദാവൂദ് ഇബ്രാഹിം മരിച്ചു എന്നല്ല. നിങ്ങൾ എന്താ പറയുന്നത്, കറാച്ചിയിൽ ദാവൂദ് ഇബ്രാഹിം ഉണ്ടെന്ന്, ഇവിടെ ഒന്നും ദാവൂദ് ഇബ്രാഹിം ഇല്ല കേട്ടോ എന്ന തരത്തിലൊരു നിഷേധക്കുറിപ്പ് പാകിസ്ഥാൻ ഇറക്കി. അപ്പോൾ ദാവൂദ് ഇബ്രാഹിം പഴയ പോലെ ആക്റ്റീവ് അല്ല എന്നായിരുന്നു പൊതുവിൽ കേട്ടുകൊണ്ടിരുന്ന കഥ. പക്ഷേ ഡി കമ്പനി വീണ്ടും സജീവമായിരിക്കുന്നു എന്നുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.